വെൽക്കം ബാക്ക് ടു സൈലം ബാങ്കിങ്. ഈ ഇടയായിട്ട് ടെലഗ്രാമിൽ വന്നൊരു മെസ്സേജ് ആണ് കേട്ടോ. ഒരു ഫ്രഷർ ആയിട്ടുള്ള കുട്ടി ഇംഗ്ലീഷിൽ എന്തൊക്കെ പഠിച്ചാൽ മിസ്സേ, നമുക്ക് ഇംഗ്ലീഷ് ബാങ്ക് എക്സാമിന് ക്രാക്ക് ചെയ്യാം. ഞാൻ ബാങ്ക് എക്സാമിനും ഇൻഷുറൻസ് എക്സാമിനും പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെ പഠിക്കണം എന്നൊരു ഞാൻ കുറേ ഗൂഗിൾ ചെയ്തു, കുറേ വെബ്സൈറ്റിൽ കുറേ കാര്യങ്ങൾ കണ്ടു. പക്ഷെ കൃത്യമായിട്ട് എനിക്കൊരു ഐഡിയ തരാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇംഗ്ലീഷ് ക്രാക്ക് ചെയ്യാനായിട്ട് എന്തൊക്കെ ടോപ്പിക്കാണ് കവർ ചെയ്യേണ്ടതെന്ന് നമുക്ക് വളരെ കുറച്ച് സമയത്തിനുള്ളിൽ നോക്കിയാലോ. ശരി, ദിസ് ഇസ് എസ്പെഷ്യലി ഫോർ ബിഗിനേഴ്സ്. പുതുതായിട്ട് പഠിക്കാൻ വരുന്ന, ഇപ്പോൾ കോളേജൊക്കെ സെക്കൻഡ് ഇയറും തേർഡ് ഇയറും ഒക്കെ ആയിട്ട് പഠിക്കണം എന്ന ആഗ്രഹത്തിൽ ഓക്കെ എന്താണ് അടുത്ത സ്റ്റെപ്പ് എന്ന് അറിയാൻ നിൽക്കുന്ന കോമ്പറ്റീവ് എക്സാമിലേക്ക് പോകാൻ താല്പര്യമുള്ളവർക്കൊക്കെ എളുപ്പത്തിൽ മനസ്സിലാക്കാനുള്ള രീതിയിലാണ് ഞാൻ ചെയ്തേക്കുന്നത്. പിന്നെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, കോണ്ടും ഇംഗ്ലീഷും റീസണിങ്ങും കുറച്ച് കറണ്ട് അഫയേഴ്സും സെറ്റ് ചെയ്താൽ ഉറപ്പായിട്ടും ബാങ്ക് എക്സാംസ് നിരവധി ബാങ്ക് എക്സാംസ് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഒപ്പം ഇൻഷുറൻസ് എക്സാംസും അറ്റൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, കൃത്യമായി പറഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ ടൈം പീരീഡിനുള്ളിൽ ഒരു ജോലി സെറ്റ് ആക്കാനുള്ള ആഗ്രഹത്തിൽ ഇറങ്ങി പുറപ്പെടുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും ഇങ്ങനെയുള്ള വീഡിയോകൾ കാണുക. ഒപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ശരി, സോ ഇംഗ്ലീഷ് ഫോർ ബിഗിനേഴ്സ്. ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം ഗ്രാമർ റൂൾസ് ആണ്. നമുക്ക് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ട് വരുന്നത്. അതിൽ നൗൺ, pronoun, adjective, verb, adverb, preposition, conjunction, article, conditional sentence, tense and miscellaneous. ഇത്രയുമാണ് ഗ്രാമർ റൂൾസിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ആക്ച്വലി 120 ഗ്രാമർ റൂൾസ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഒരുപാടായിട്ട് പഠിക്കാനൊക്കെ കിട്ടാറുണ്ട്. ഓക്കെ, 120 എന്നാണ് എഴുതുന്നത്, പക്ഷെ 12 എന്നേ കാണുന്നുള്ളൂ അല്ലേ. സോ 120 റൂൾസ് ആണ് നമുക്ക് മൊത്തത്തിൽ പഠിക്കാനുള്ളതെന്ന് കേൾക്കാറുണ്ട്. പക്ഷെ ഞാൻ പറയുന്നത് അതൊന്ന് മാറ്റി പിടിച്ച് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് ക്രാക്ക് ചെയ്യാം. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വളരെ സിമ്പിളാണ്. നിങ്ങൾ ഓരോ ടോപ്പിക് എടുക്കുക. പാർട്സ് ഓഫ് സ്പീച്ച് 8 ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ ഓരോ ടോപ്പിക് എടുക്കുക. ആ ടോപ്പിക്കിൽ എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത് അങ്ങനെ പഠിച്ചു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെന്റൻസ് വായിക്കുമ്പോൾ തന്നെ സെന്റൻസിലെ ഓരോ ആൾക്കാരും ആരൊക്കെയാണ്, അതായത് അവർ വേർബ് ആണോ, നൗൺ ആണോ, അഡ്ജക്റ്റീവ് ആണോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതിനൊപ്പം തന്നെ അവരുടെ അടുത്ത് കിടക്കുന്ന ആളുമായിട്ട് അവർ യോജിച്ച് പോകുന്നുണ്ടോ, അവർക്ക് എന്തെങ്കിലും എറർ ഉണ്ടോ എന്ന് കൂടി നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റും. കാരണം നിങ്ങൾ കൃത്യമായിട്ടാണ്, ഇപ്പൊ നമ്മൾ ഒരു കറക്റ്റ് ഓർഡറിലാണ് ഒരു കാര്യം പഠിക്കുന്നതെങ്കിൽ നമുക്കത് അങ്ങനെ തന്നെ ഓർത്തിരിക്കാനുള്ള കഴിവുണ്ട് അല്ലെ. ചില വാക്കുകളൊക്കെ നമ്മൾ പാട്ട് പോലെ പഠിക്കും. ചില കാര്യങ്ങൾ നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ ഒന്നിലധികം കാര്യങ്ങൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, അതൊരു പാട്ടായിട്ട് പഠിച്ചു വെക്കും. സോ ദാറ്റ് നമുക്ക് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ പണ്ട് മഴ പെയ്യുന്നത് ഏത് മാസമാണ്, മലയാള മാസം ഏതാണെന്ന് ചോദിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അയ്യോ മലയാള മാസം ഏതാണ്, ഇംഗ്ലീഷ് മന്ത്സ് അറിയാം. ആ സമയത്ത് ഒരു പഴയ പാട്ടുണ്ട്, ഞാനിപ്പോൾ പാടാൻ നിൽക്കുന്നില്ല. ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം എന്ന് പറഞ്ഞിട്ട് നമുക്ക് മലയാള മാസങ്ങൾ പഠിക്കുന്ന ഒരു പാട്ടുണ്ട്. അപ്പൊ എല്ലാവരും പറയും അത് ഓർത്തിരുന്നാൽ പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്നു. അതുപോലെ കൃത്യമായിട്ടൊരു ടോപ്പിക്കിന്റെ കീഴിൽ വരുന്ന റൂൾസുകൾ പഠിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ മികച്ച രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കോമ്പറ്റീവ് എക്സാംസിൽ ഇംഗ്ലീഷിനെ ക്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ഇത്രയും ആൾക്കാരെ 1 2 3 4 5 6 7 8 9 10 ഈ 10 പേരെ കൃത്യമായി പഠിച്ചു കഴിഞ്ഞാൽ, ഇവരുടെ അണ്ടറിലുള്ള റൂൾസ് കൃത്യമായി പഠിച്ചു കഴിഞ്ഞാൽ സൂപ്പറായിട്ട് എക്സാം ക്രാക്ക് ചെയ്യാം. ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ എൻ്റെ ഇംഗ്ലീഷിൽ ക്ലാസ് കൊടുക്കുന്നത്. അതായത് ആദ്യത്തെ 30 ക്ലാസ്സുകൾ നിരത്തി വെച്ച് കഴിഞ്ഞാൽ ആ ക്ലാസ്സുകൾക്കുള്ളിൽ ഈ 10 പേരുടെയും ലിറ്ററലി ആ 10 പേരുടെയും സകല റൂൾസും ചെയ്ത് ഒപ്പം പ്രാക്ടീസും ചെയ്ത് ഗ്രാമർ കംപ്ലീറ്റ്ലി സെറ്റായിട്ട് ഗ്രാമറിന്റെ ബൈബിൾ, ഖുറാൻ, ഗീത, രാമായണം എന്താണോ നിങ്ങൾക്ക് ഇഷ്ടം അങ്ങനെ വിളിക്കാൻ പറ്റുന്നൊരു പുസ്തകം നിങ്ങളുടെ കയ്യിലുണ്ടാകും. അത് നിങ്ങൾക്ക് പിന്നെ അങ്ങോട്ട് പഠിക്കാൻ ഭയങ്കര എളുപ്പമായിരിക്കും. ഇനി മിസ്സലേനിയസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഗ്രാമറിൽ തന്നെ എക്സ്ട്രാ കുറച്ച് ആഡ് ഓൺസ് ആയിട്ടുള്ള കാര്യങ്ങൾ വരാം. ഈ ക്വസ്റ്റ്യൻ ടാഗ് എന്താണ് മിസ്സേ, ആക്റ്റീവ് വോയിസ്, പാസീവ് വോയിസ് എന്താണ് മിസ്സേ എന്നൊക്കെ കുറച്ച് ഡൗട്ടുകൾ കുട്ടികൾക്ക് പഠിച്ചു വരുമ്പോൾ വരാൻ ചാൻസ് ഉണ്ട്. സെന്റൻസുകൾ, ടൈപ്സ് ഓഫ് സെന്റൻസുകളൊക്കെ ഡൗട്ട് വരും. അതെല്ലാം നമ്മൾ മിസ്സലേനിയസ് എന്നൊരു പാർട്ടിൽ കവർ ചെയ്ത് കൊടുക്കുന്നതാണ്. സോ ഇത്രയുമാണ് ശരിക്കും പറഞ്ഞാൽ ഗ്രാമർ റൂൾസിൽ നമ്മൾ പഠിച്ചിരിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്ക്. ഈ ടോപ്പിക്കുകളാണ് വ്യക്തമായും വൃത്തിയായും ഇവിടെ പഠിപ്പിച്ചു കൊടുക്കുന്നത്. എൻ്റെ കുട്ടികൾ ഇത് കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ താഴെ വന്ന് കമൻറ്റ് ചെയ്ത് പറയണം നിങ്ങൾക്ക് മിസ്സിൻ്റെ ക്ലാസ് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത്. ഓക്കെ, ഇനി ഇവർ ഇത്തിരി ഇമ്പോർട്ടൻസ് കൂടിയ ആൾക്കാരാണ്. അതുകൊണ്ട് ഞാൻ സെപ്പറേറ്റ് ചെയ്തിട്ടുള്ളത്. അതായത് സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റ് എന്നൊരാളും, ടെൻസ്, ആർട്ടിക്കിൾസ്, പ്രോനൗൺ ആന്റിസിഡന്റ് എഗ്രിമെന്റ് PVA, പ്രോനൗൺ വെർബ് എഗ്രിമെന്റ് എന്ന് നമ്മൾ പറയാറുണ്ട്, കൺജങ്ഷൻ ആൻഡ് പ്രിപ്പോസിഷൻസ്. ഇവരാണ് ശരിക്കും നമ്മളെ തെറ്റിക്കുന്ന ആൾക്കാർ. എറർ ഡിറ്റക്ഷൻ പോലുള്ള ചോദ്യങ്ങളിൽ ഈ ആൾക്കാരെയാണ് നമ്മൾ കുറച്ചൊന്ന് സൂക്ഷിക്കേണ്ടത്. അപ്പോൾ ഇവരാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. ഇവരെ കുറിച്ചൊക്കെ നമ്മൾ റിവിഷൻ ക്ലാസ്സുകളിൽ പറയാറുണ്ട്. അതായത് ഗ്രാമർ റൂൾസ് കഴിഞ്ഞിട്ട് നമ്മൾ ഗ്രാമർ റൂൾസിന്റെ ടെസ്റ്റുകൾ ഇടാറുണ്ട്, ഗ്രാമർ റൂൾസിന്റെ റിവിഷൻസ് നടത്താറുണ്ട്. മിസ്സലേനിയസിൽ ബേസിക്കലി എല്ലാ സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന ചോദ്യങ്ങൾ എടുത്ത് പറയാറുണ്ട്. അപ്പം അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടാണ് നമ്മൾ ഗ്രാമർ റൂൾസ് കവർ ചെയ്യുക. ഇപ്പൊ റിപ്പീറ്റേഴ്സ് ബാച്ചിലുള്ളവർക്കാണെങ്കിൽ അവർക്കറിയാം നമ്മൾ ഓൾമോസ്റ്റ് ഒരു 430ഓളം
ചോദ്യങ്ങൾ, നല്ല ക്വാളിറ്റിയുള്ള 430ഓളം ചോദ്യങ്ങളാണ് ഈ ഗ്രാമർ റൂൾസ് മുഴുവൻ പഠിച്ച് കംപ്ലീറ്റ് ചെയ്തപ്പോൾ ഓൾറെഡി ചെയ്തേക്കുന്നത്. എനിക്ക് തോന്നുന്നു വിത്തിൻ 2 to 3 days നോക്കുമ്പോൾ എങ്ങനെയായാലും നമ്മൾ 500-ലധികം ചോദ്യങ്ങൾ ഗ്രാമർ റൂൾസ് മാത്രം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും. പിന്നെ വരാൻ പോകുന്നത് ടോപ്പിക്കാണ്. ടോപ്പിക്ക് പിന്നെ പറയണല്ലോ, ഗ്രാമർ റൂൾസിൽ 500 ആയെങ്കിൽ ടോപ്പിക്കിൽ എത്ര വേണോ ആവാം. അപ്പൊ ഇനിയാണ് നമുക്ക് വിശദമായിട്ട് അടുത്ത സ്റ്റേജ്. ശരിക്കും ഇംഗ്ലീഷ് 2 സ്റ്റേജിൽ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ഇംഗ്ലീഷിന്റെ കാര്യത്തിൽ പേടി വേണ്ട. എക്സാമിന് മുന്നേ എല്ലാ ദിവസവും ഗ്രാമർ അങ്ങ് റിവിഷൻ ചെയ്താൽ മതി, സുഖമായിട്ട് ഇംഗ്ലീഷ് ക്രാക്ക് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് സ്റ്റേജ് കഴിഞ്ഞു, നിങ്ങൾ ഓൾറെഡി ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ലേണിംഗ് കഴിഞ്ഞു, നിങ്ങൾ ബേസ് സെറ്റ് ചെയ്തു. ഇനിയാണ് നമ്മൾ ബിൽഡ് ചെയ്യാൻ പോകുന്നത്. അത് പറയുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഞങ്ങളുടെ കൂടെ പഠിക്കാം, സൈലത്തിൽ വന്ന് ഇംഗ്ലീഷ് പഠിക്കാം. സൈലത്തിന്റെ കൂടെ ചേർന്ന് റീസണിങ്, കോണ്ട്, ഇംഗ്ലീഷ്, കറണ്ട് അഫയേഴ്സ് ഒക്കെ അടിപൊളിയായിട്ട് പഠിക്കാം. ഇപ്പൊ ആക്ച്വലി നിങ്ങൾക്ക് അതിന് വേണ്ടി ഒരു ചാൻസ് ഉണ്ട്. നമ്മുടെ ആപ്പ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫ്രീ ഡെമോ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യാൻ പറ്റും. 5 ദിവസത്തെ ഫ്രീ ഡെമോ ക്ലാസ് നടക്കുകയാണ് എല്ലാ സബ്ജക്റ്റിന്റെയും. അപ്പൊ നിങ്ങൾക്ക് അത് അറ്റൻഡ് ചെയ്യാൻ പറ്റും. നിങ്ങൾ ആപ്പ് സ്റ്റോറിൽ പോവുക, അല്ലെങ്കിൽ പ്ലേ സ്റ്റോറിൽ പോവുക, സൈലം ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, അതിൽ ബാങ്കിങ് എന്ന ഓപ്ഷൻ എടുക്കുക, അതിൽ നിങ്ങൾക്ക് ഡെമോ ബാച്ചിൽ എൻറോൾ ചെയ്ത് കഴിഞ്ഞാൽ സുഖമായിട്ട് ഒരു പൈസ പോലും കൊടുക്കാതെ 5 ദിവസം ഫ്രീ ആയിട്ട് ക്ലാസ് കാണാനായിട്ട് സാധിക്കും. അതിൽ ഡീറ്റെയിൽ ആയിട്ട് ഈ കാര്യങ്ങളെ കുറിച്ച് വിവരിച്ച് ഞാൻ തന്നെ ഇംഗ്ലീഷ് പറയുന്നുണ്ട്. അപ്പൊ വേണമെങ്കിൽ അത് ട്രൈ ചെയ്യാം. അതിനുശേഷം ഇനിയിപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ, ഓക്കെ മിസ് ഞങ്ങൾ റെഡിയാണ് ജോയിൻ ചെയ്യാൻ, മിസ് ഞങ്ങൾ ക്ലാസ് ഇഷ്ടമാണ്, നിങ്ങൾ ജോയിൻ ചെയ്യാൻ പോവുകയാണ് എന്നാണെങ്കിൽ IBPS SBI ടാർഗറ്റ് ബാച്ച് എന്നൊരു ബാച്ച് നമ്മൾ ഇപ്പോൾ ലോഞ്ച് ചെയ്യുകയാണ്. ആ ബാച്ച് ബേസ് ടു അഡ്വാൻസ് ആണ്. വരാൻ പോകുന്ന IBPS SBI എക്സാമുകൾക്കും മറ്റ് ഇൻഷുറൻസ് എക്സാമുകൾക്കും ക്രാക്ക് ചെയ്യാൻ നിങ്ങൾ ഒരു ഫ്രഷർ ആണോ, ഒരു ബിഗിനർ ആണോ, ഇനി ഓൾറെഡി പഠിക്കുന്നവരാണോ, ഒന്നുകൂടെ ഒന്ന് കംപ്ലീറ്റ്ലി പഠിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ ഈ ബാച്ചിൽ ജോയിൻ ചെയ്യാം. ഓക്കെ, ദെൻ ഓഫ്ലൈൻ റിപ്പീറ്റേഴ്സ് ബാച്ച്. ഇനി നിങ്ങൾക്ക് റിപ്പീറ്റർ ആണ്, നിങ്ങൾ ഒരുപാട് ഓൺലൈൻ ക്ലാസ്സസ് കണ്ടു പഠിച്ചു, ഇനി ഞങ്ങൾക്ക് ഓഫ്ലൈൻ ആയിട്ടൊന്ന് കുറേ പ്രാക്ടീസ് ചെയ്യണം, കുറച്ചുകൂടി ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യണം, ഡൗട്ട് ക്ലിയർ ചെയ്യണം എന്നതാണ്. ബേസ് നിങ്ങളുടെ സെറ്റാണ്, ബേസിലേക്ക് ഞങ്ങൾക്ക് പോകണ്ട, പക്ഷെ ഞങ്ങൾക്ക് റിപ്പീറ്റഡ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ ഓഫ്ലൈൻ ബാച്ച് ഇപ്പോൾ ഓണാണ്, നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാം. പിന്നെ വേറെ കുറച്ച് പേരുടെ ഡൗട്ട് ഉണ്ടായിരുന്നു, മിസ് ഇനി ഒരു ബേസ് ഓഫ്ലൈൻ ക്ലാസ് ഉണ്ടാവുമെന്ന്. അതിനുള്ള മറുപടിയും ഉടനെ തന്നെ ഞങ്ങൾ എത്തിക്കുന്നതായിരിക്കും. ഇനി നമുക്ക് ടോപ്പിക്കിലേക്ക് പോകാം. ടോപ്പിക് നോക്കിക്കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. വേർഡ് യൂസേജ്, വേർഡ് ഇംപ്രൂവ്മെന്റ്, വേർഡ് സ്വാപ്പ്. വേർഡ് യൂസേജ്, വേർഡ് ഇംപ്രൂവ്മെന്റ്, വേർഡ് സ്വാപ്പ്, ഇവർ 3 പേരും നല്ല അടിപൊളിയായിട്ടുള്ള ആൾക്കാരാണ്. ഈ പറഞ്ഞിരിക്കുന്ന എല്ലാവരും ചിലപ്പോൾ പ്രിലിംസിനും, എല്ലാവരും ചിലപ്പോൾ മെയിൻസിനും അങ്ങനെയല്ല. ഇവർ ഇത്രയും പേരിൽ നിന്നാണ് പ്രിലിംസിനും മെയിൻസിനും ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ ഇത്രയും പേരും കൃത്യമായിട്ട് പഠിച്ചിരിക്കുന്ന ഒരു കുട്ടിക്ക് ഇവരിൽ ആരെ അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോൾ ചില ക്വസ്റ്റ്യൻസിൽ പാരാജമ്പിൾ ഉണ്ടാവും, സെന്റൻസ് റീഅറേഞ്ച്മെന്റ് ഉണ്ടാവില്ല. ചിലത് സെന്റൻസ് റീഅറേഞ്ച്മെന്റ് ഉണ്ടാവും, പാരാജമ്പിൾ കാണില്ല. അപ്പോൾ മാറിയും തിരിഞ്ഞും വരും. ഓക്കെ, പാരാജമ്പിൾ വരുമ്പോൾ സെന്റൻസ് റീഅറേഞ്ച്മെന്റ് ഉണ്ടാവില്ല, സെന്റൻസ് റീഅറേഞ്ച്മെന്റ് വരുമ്പോൾ പാരാജമ്പിൾ ഉണ്ടാവില്ല, ചിലപ്പോൾ രണ്ടും ഉണ്ടാവും. അപ്പോൾ ഇത് ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ ഇവർ ആരെ ചോദിച്ചാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അറ്റൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവർ പഠിക്കേണ്ട എങ്ങനെയാണ്? 3 ലെവലിൽ പഠിക്കണം. ബേസ് ലെവൽ, മോഡറേറ്റ് ലെവൽ ആൻഡ് ഡിഫിക്കൽട്ടി. കൂടുതൽ ഡിഫിക്കൽട്ട് വരുന്ന ലെവലും അത് മെയിൻസ് ലെവലും നമുക്ക് പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ ഈ 3 ലെവലിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള എല്ലാ പാറ്റേൺസും ഡിസ്കസ് ചെയ്തായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക? ഇവരെല്ലാവരെയും പഠിക്കുക. സെന്റൻസ് ഇംപ്രൂവ്മെന്റ്, സെന്റൻസ് റീഅറേഞ്ച്മെന്റ്, ഫില്ലർ. ഇനി ഇവിടെ നിന്നുള്ള ആൾക്കാർ കുറച്ച് ഇമ്പോർട്ടൻസ് കൂടിയ ആൾക്കാരാണ് കേട്ടോ. അതായത് ഫില്ലർ, ക്ലോസ് ടെസ്റ്റ്, പാരാജമ്പിൾ, RC ആൻഡ് എറർ ഡിറ്റക്ഷൻ. ഇവർ ഇച്ചിരി ഇമ്പോർട്ടൻസ് കൂടിയ ആൾക്കാരാണ്. അവരെ നമുക്ക് കുറച്ചധികം ഒരു 2-3 ദിവസമൊക്കെ എടുത്ത് പ്രാക്ടീസ് ചെയ്താൽ ഇവരെ നമുക്ക് ശരിയാക്കാൻ പറ്റും. കാരണം ഇവരുടെ പാറ്റേൺസ്, ഇവർക്ക് ന്യൂ പാറ്റേൺസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം നമുക്ക് പ്രാക്ടീസ് ചെയ്യണം. ദെൻ കോളം ബേസ്ഡ് ക്വസ്റ്റ്യൻസ്, മാച്ച് ദ കോളം, സ്റ്റാർട്ടേഴ്സ്, കണക്ടേഴ്സ് ആൻഡ് വൊക്കാബ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ്. ഇതാണ് പിന്നെയുള്ള ടോപ്പിക്. അപ്പോൾ മൊത്തത്തിൽ കണ്ടല്ലോ എത്ര ടോപ്പിക് ഉണ്ട്? 1 2 3 4 5 6 7 8 9 10 11 12 13 14 15. ആക്ച്വലി ഞാൻ ഈ സ്റ്റാർട്ടറും കണക്ടറും ഒരുമിച്ച് പഠിച്ചാലും മതി, ബട്ട് ഞാൻ 2 ആയിട്ട് തന്നെ പഠിപ്പിക്കും. കാരണം 2 തമ്മിൽ തിരിഞ്ഞു പോകാനും ചാൻസ് ഉണ്ട് പല കുട്ടികൾക്കും. പിന്നെ വൊക്കാബ് ബേസ്ഡ് ക്വസ്റ്റ്യൻ. പിന്നെ ഇതിനെല്ലാം ശേഷം മിസ്സലേനിയസ് ആയിട്ട് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസും ഉണ്ട്. അതാണ് നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത്. ഫ്രേസൽ വേർബ്സിന്റെ, ഇത് വൊക്കാബ് ആണ്. ബേസിക്കലി ഇത് വൊക്കാബ് ബേസ്ഡ് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഫ്രേസൽ വേർബ്സ് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ്, സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, മിസ് സ്പെൽഡ് വേർഡ്സ്, ഓഡ് വൺ ഔട്ട്, സിനണിം ആന്റണിം, ഇഡിയം ആൻഡ് ഫ്രേസസ്, ഇങ്ങനെയുള്ള ടോപ്പിക്കുകൾ നമുക്ക് കവർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഇത്രയുമാണ് ഗൈസ് ടോട്ടലി ഇംഗ്ലീഷ് ക്രാക്ക് ചെയ്യാൻ നിങ്ങൾക്ക് വേണ്ടത്. അപ്പൊ എന്ത് ചെയ്യുക? ഇത്രയും ടോപ്പിക്സും എഴുതിയെടുക്കുക എൻ്റെ ബിഗിനർ ഫ്രണ്ട്സ്, എന്നിട്ട് കൃത്യമായിട്ട് പഠിക്കുക. ഓക്കെ, ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇംഗ്ലീഷ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ബാച്ച് പർച്ചേസ് ചെയ്യുക. ഇനി നേരെ ക്ലാസ്സിൽ കാണാം. താങ്ക് യു സോ മച്ച്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.